എങ്ങനെയുണ്ടായിരുന്നു പടം? Very natural acting, very good acting. Okay. Same. ഇഷ്ടപ്പെട്ടോ? Beautiful and very natural. The setting is very nice. Background. എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരുടെയും? ബൈബിൾ സ്റ്റോറി കണ്ടപ്പോൾ എന്ത് തോന്നി? റീലിവിങ് ദ എക്സ്പീരിയൻസ് ദ ബൈബിൾ നമ്മൾ വായിക്കുന്നത് കണ്ടപ്പോൾ ഇച്ചിരൂടെ ക്ലിയർ ആയിരുന്നു. മൂന്നാം നമ്പരം തന്നെയായിരുന്നല്ലേ? താങ്ക് യു. ബൈബിളിൽ മാതാവിനുണ്ടാകുന്ന മൂന്നാം നൊമ്പരത്തിൽ അല്ലെങ്കിൽ ആ വേർപാടില്ല അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു പോകുന്നത് വളരെ മനോഹരമായിട്ട് തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിലൂടെ നല്ല ഫിലിമായിട്ട് തോന്നുന്നു. ഓക്കെ, താങ്ക് യു. ഈ പടം എങ്ങനെ ഉണ്ടായിരുന്നു? സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു? മൂന്നാം നമ്പരം എങ്ങനെയുണ്ട്? ബൈബിൾ സ്റ്റോറി അതേപോലെ തന്നെ വന്നിട്ടുണ്ടോ ഇവിടെ? ധന്യാമേരിയുടെ ഒക്കെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? സാജൻ സൂര്യ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ പെർഫോമൻസ് ഒക്കെ? പാട്ടുകളൊക്കെ സൂപ്പർ. സിനിമ കാണാറില്ലല്ലോ, ഒരു വ്യത്യാസമുള്ളൊരു സിനിമ എല്ലാവർക്കും കുടുംബസമേതം കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും വന്ന് കാണണം. കാരണം കുട്ടികൾക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അല്ല, ഫുള്ള് ബാംഗ്ലൂരാണ്, പക്ഷെ നമുക്ക് തോന്നുന്നില്ല ബാംഗ്ലൂരാണ്. നല്ലൊരു കഥാപാത്രമാണ്. സ്ഥലത്ത് നല്ല കഥാപാത്രമാണ്. ഞാൻ ചെയ്യാത്തൊരു കഥാപാത്രമാണ്. അപ്പോൾ എല്ലാവരും വരണം, കുട്ടികളടക്കം വന്ന് സിനിമ കാണണം, വിജയിപ്പിക്കണം. അങ്ങനെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ അത് പ്രേക്ഷകരാണല്ലോ അത് വിജയിപ്പിച്ച് കൊണ്ടുവരുന്നത്. തീർച്ചയായും നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും അനുഗ്രഹവും ഒക്കെ എപ്പോഴും വേണം ഞങ്ങളോടൊപ്പം. അത് കുട്ടിയെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ അച്ഛൻ്റെയും വേദന അതും കൂടി ഉൾപ്പെട്ടാണ്. ഒരു എന്താ പറയുക, ഒരു മതത്തിൻ്റെ ഉപരി ഒരു കുട്ടിയെ നഷ്ടപ്പെട്ട ഒരു മാതാപിതാക്കളുടെ വേദന എന്നുകൂടി ഉൾക്കൊണ്ട് ഈ സിനിമ കാണാം. ഇങ്ങനത്തെ കഥാപാത്രമാണ്. ഇതിപ്പോൾ ഒരു ഗർഭിണിയായ ഒരു സ്ത്രീയാണല്ലോ, ഏജുള്ളൊരു പറഞ്ഞു കഥ ആദ്യം മുഴുവനായിട്ട് നമുക്ക് പറഞ്ഞു തന്നിരുന്നു. അതുകൊണ്ട് നമുക്ക് അറിയായിരുന്നു എന്താണെന്ന്. അത് മാത്രമല്ല, കോസ്റ്റ്യൂം എല്ലാം അദ്ദേഹം തന്നെയായിരുന്നു നമുക്ക് കറക്റ്റ് ചെയ്തു തന്നു. ഈ ഗർഭിണിയായിട്ടൊക്കെ അഭിനയിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഇല്ല, നമുക്ക് ഡയറക്ടർ നമുക്ക് അതിന് പ്രോത്സാഹനം തരുമ്പോൾ ആദ്യമായിട്ടല്ലേ ഈ ഗർഭിണി? അതെ, ആദ്യം അതും ഏജുള്ള 80 വയസ്സ് ഏജുള്ള ശേഷം. പാട്ടുകളെല്ലാം അടിപൊളി പാട്ടുകളായിരുന്നു അല്ലേ? നിങ്ങളെല്ലാം കേട്ടില്ലേ? നല്ല പാട്ടുകളായിരുന്നു. നല്ല 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 രീതിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സിനിമ കാണുക, വിജയിപ്പിക്കുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതൊരു അമ്മ നൊമ്പരമാണ്. ആ അമ്മ നൊമ്പരം കണ്ടു മാത്രം നിങ്ങൾ ആസ്വദിക്കുക, മനസ്സിലാക്കുക. ഇതൊരു ക്രിസ്ത്യൻ ഫിലിമായിട്ട് കാണുന്നത്. ഈ ഗാനങ്ങളെല്ലാം സംഗീതം ഞാൻ കൊടുത്തെങ്കിൽ ഈ ഗാനങ്ങൾക്കെല്ലാം നല്ല ലൈഫ് കൊടുത്ത ഓർക്കസ്ട്രേഷൻ, പശ്ചാത്തല സംഗീതം സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെ അറേഞ്ച് ചെയ്ത മരിയദാസാണ് ഇരിക്കുന്നത്. വയലിൻ മരിയദാസ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം അതിൻ്റെ ഒരൊറ്റ ശ്രമമാണ് ഇതിന് ഇത്രയും നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധയെ ആകർഷിക്കാൻ ചെയ്യാൻ സാധിച്ചത്. പറയാമോ സിനിമയെ പറ്റി? പറയാമോ? അതൊരു നല്ല അനുഭവമായിരുന്നു. അതായത് നമ്മുടെ വേറൊരു പശ്ചാത്തലം ഉണ്ടായത്, ഈജിപ്ഷ്യൻ, ഗ്രീക്ക് അങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് എനിക്ക് എൻ്റെ മ്യൂസിക് തന്നെ അങ്ങനെ ആക്കിയാണ് എടുത്തേക്കണത്. അപ്പോൾ ഇദ്ദേഹത്തിന് കൂടി ഞാനൊരു 20 വർഷമായി വർക്ക് ചെയ്യണത്. അപ്പോൾ ഇത് വളരെ നന്നായിട്ട് എൻ്റെ കഴിവുള്ള മാതിരി ഞാൻ ചെയ്തിട്ടുണ്ട്. വളരെ ഇമോഷണലി എൻഗേജ് ചെയ്യുന്നൊരു മൂവിയാണ്. ശരിക്കും
നമ്മൾ ആ വേദന ശരിക്കും ബൈബിളിലൊക്കെ കഥകൾ കേൾക്കുമ്പോൾ നമ്മളത്രയും അറിയുന്നില്ല. പക്ഷെ ഈ മൂവി കണ്ടു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും മറിയം അനുഭവിച്ച വേദനയും ജോസഫ് അനുഭവിച്ച വേദനയും ശരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇത് കാണണം. ശരിക്കും ഇമോഷണലി ചാർജ് ചെയ്യുന്നൊരു മൂവിയാണ്. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ശരിക്കും എൻഗേജ് ആവും, നമ്മൾ ഇമോഷണലി എൻഗേജ് ആവും. ഗുഡ് മൂവി, വെരി ഗുഡ് മൂവി. മാഡം പറയാമോ? നല്ലൊരു സിനിമ. ഇതിപ്പോൾ എല്ലാവരും കാണണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. അല്ലെങ്കിൽ മറ്റ് ചേരുവകളൊന്നും ഇല്ലെങ്കിൽ ഒരു അമ്മയും മകൻ്റെ യഥാർത്ഥ ഒരു വേദന എല്ലാ കാലഘട്ടത്തിലും എങ്ങനെയായിരുന്നു അത് എന്ന് വളരെ ശക്തമായി പ്രതിപാദിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. എങ്ങനെ ഈ ബൈബിൾ സബ്ജക്റ്റ് ഇല്ല എനിക്ക് ഈ സബ്ജക്റ്റിനെ പറ്റി അറിയില്ലായിരുന്നു. എൻ്റെ സംവിധായകൻ ജോഷിയില്ലാത്ത പറഞ്ഞു ബൈബിളിലെ ഒരു കഥയാണ് എന്ന് പറഞ്ഞു. പക്ഷേ അത് ബൈബിളിൽ ചെറുതായിട്ട് പ്രതിപാദിക്കുന്നേ ഉള്ളൂ, ഒരു വരിയിലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ട് അന്വേഷിച്ചു, സുഹൃത്തുക്കളോടൊക്കെ ചോദിക്കുകയും ബൈബിളിൽ നോക്കിയൊക്കെ ചെറുതായിട്ട് ഡീറ്റെയിലിംഗ് ഒന്നുമില്ല. പിന്നെ റഷ് കണ്ട് സ്ക്രിപ്റ്റെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിൽ ഇത്രമാത്രം ഡെപ്ത് കഥാകൃത്ത് കണ്ടെത്തിയല്ലോ എന്നൊരു ഫീലിങ്സ് ഉണ്ട്. അത് ചെയ്തു തന്നപ്പോഴാണ് അതിൻ്റെ ഫീലിങ്സ് നമുക്ക് അമ്മയുടെയും മകൻ്റെ വേദന നല്ല രീതിയിൽ സിനിമയിൽ ചെയ്യാൻ സാധിച്ചത്. അത് ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ട് തന്നെ നന്നായിട്ട് ചെയ്യുന്നു. അതെ തീർച്ചയായിട്ടും പാട്ടുകൾ നല്ല പാട്ടുകളാണ്. അതെ നല്ല പാട്ടുകളാണ്. യൂട്യൂബിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് പാട്ടുകൾ, യൂട്യൂബിൽ ഇറങ്ങിയിട്ടുണ്ട്. മൂന്നാം നൊമ്പരം കണ്ടിറങ്ങിയിരിക്കുകയാണ്. ഒരു നല്ലൊരു ബൈബിൾ സബ്ജക്റ്റ്. ഏറെക്കുറെ പൂർണ്ണമായിട്ട് കഥ അറിയില്ലെങ്കിൽ ഇപ്പോഴാണ് പടം കണ്ടപ്പോഴാണ് തൃപ്തിയായത്. കാര്യം ഇങ്ങനെ ഇമോഷണലി ഒരുപാട് നമ്മുടെ മനസ്സിനെ പിടിച്ചെടുക്കുന്ന ഒരുപാട് രംഗങ്ങളുണ്ട് ചിത്രത്തിൽ. ചിത്രത്തിൻ്റെ എഡിറ്ററാണ്, നിരവധി വർഷമായി സീനിയർ എഡിറ്ററാണ്. ദുൽഖറിൻ്റെ തീവ്രം എഡിറ്റ് ചെയ്ത് രംഗത്തെത്തിയ അദ്ദേഹമാണ് ഇതിനെ എഡിറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് ഇതിൻ്റെ PR വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. സാധാരണ നമ്മൾ ഒരുപാട് കൊമേഴ്ഷ്യൽ ചിത്രങ്ങളും എല്ലാം മൂവീസൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്തരം ഒരു ബൈബിൾ സബ്ജക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റി, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് കാണുമ്പോൾ അറിയാൻ പറ്റി ഈ ചിത്രം കണ്ടപ്പോഴേക്കും. പ്രത്യേകിച്ച് ഗാനരംഗങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് ഒരു ധന്യാവേരിയും ദിനേശ് പണിക്കർ അവസാനം കുറച്ച് രംഗങ്ങളും നന്നായിട്ടുണ്ട്. സാജൻ സൂര്യ, പിന്നെ ഇങ്ങനെ ഒരു ചരിത്രം ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഇതിൻ്റെ കഥ ശരിക്കും ബൈബിളിൽ പോലും ഡീറ്റെയിൽ ആയിട്ടില്ല. ആ കഥാകൃത്ത് സംവിധായകൻ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ഊഹിച്ച് എഴുതിയെടുത്തൊരു കഥയാണ്. അത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. അതെല്ലാവരും കണ്ടിട്ട് വിജയിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ നല്ലൊരു എഫർട്ടുണ്ട് ആ ചിത്രത്തിൽ. അത് പിന്നെ കപിൽ. എന്തായാലും എല്ലാ പ്രേക്ഷകരും കാണേണ്ടതാണ് ഇത്തരം ചിത്രങ്ങൾ. മൂന്നാം നമ്പരം പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ലൊരു ചിത്രം.